ബെൻസൺ ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. ബെൻസൺ, ഉരുൾപൊട്ടലിന്റെ അതിജീവന പാതയിൽ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി. അവരങ്ങനെ പുതിയ വീടുകളിൽ, ലീഗ് നൽകിയ സ്വപ്ന വീടുകളിൽ ഇന്ന് താമസം തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഉണ്ട് ആ ചടങ്ങിൽ പങ്കാളികളാകാൻ. 51 വീടുകളാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച. 105 വീടുകളാണ് ആകെ. അതിൽ 51 വീടുകളിലാണ് ഗൃഹപ്രവേശനം നടക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മാസത്തിൽ തന്നെ ഇതിൻ്റെ ഗൃഹത്തിൻ്റെ സമർപ്പണം നടന്നിരുന്നു. ഇന്നിപ്പോൾ അവിടെ പാലുകാച്ചൽ ചടങ്ങ് നടക്കുകയാണ്, ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുകയാണ്. ബെൻസൺ ബാബു നമുക്കൊപ്പം ഉണ്ട്. ബെൻസൺ, ഒരു അതിജീവന പാതയിൽ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മുസ്ലിം ലീഗ് വച്ചു നൽകിയ ആ 51 വീടുകളിൽ, സ്നേഹ വീടുകളിൽ അവരങ്ങനെ താമസം തുടങ്ങുകയാണ്. അതേ സേതുലക്ഷ്മി, 51 വീടുകളിൽ ഇന്നു മുതൽ ഈ കുടുംബങ്ങൾ താമസം ആരംഭിക്കുകയാണ്. അവിടെ അവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ, വീട് കയറിക്കൂടുന്നതിൻ്റെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ ഇന്ന് രാവിലെയും ഇന്നലെയുമായെല്ലാം തന്നെ ഓരോ വീടുകളിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 51 വീട്ടുകാരും ചേർന്ന് തങ്ങൾക്ക് ഈ വീട് നൽകിയ, അല്ലെങ്കിൽ വീട് സമ്മാനിച്ച ഈ മുസ്ലിം ലീഗിലെ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആളുകൾക്കും ഒരു ഭക്ഷണം ഉൾപ്പെടെ നൽകുന്ന ഒരു സ്നേഹ ചടങ്ങ്, ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ 51 വീടുകളുടെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു കയറിക്കൂടൽ കൂടി ഈ ചടങ്ങിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വീടുകളുടെ പട്ടയം, അതോടൊപ്പം തന്നെ താക്കോൽ, ഇവ രണ്ടും കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി വലിയ ഒരു ചടങ്ങ് വെച്ച് ഇവിടെ വെച്ച് തന്നെ, അതായത് ഈ വീടുകളുള്ള ഈ സ്ഥലത്ത് തന്നെ വെച്ച് വലിയ ചടങ്ങായി തന്നെ അത് നടത്തിയിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു അന്ന് ഈ താക്കോൽദാനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. 51 വീടുകളാണ് പൂർണ്ണമായും പൂർത്തിയായി ഇപ്പോൾ വീടുകളിൽ താമസം ആരംഭിച്ചിട്ടുള്ളത്. 105 വീടുകളായിരുന്നു മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി 54 വീടുകളുടെയും നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ തൊട്ട് സമീപത്ത് തന്നെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ഈ നടക്കുന്ന ഈ ചടങ്ങ് വളരെ ലളിതമായ രീതിയിൽ പരിമിതമായ ആളുകളെ വെച്ചിട്ടാണ് നടത്തുന്നത്. അതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 28-ാം തീയതി നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. വലിയ ജനസാഗരം തന്നെയായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു വലിയ പരിപാടി നടന്നു. അപ്പോൾ ഇനി വീണ്ടും അത്തരത്തിലൊരു വലിയ ആളുകളെ വെച്ചൊരു പരിപാടി നടത്തുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ രീതിയിൽ, വളരെ പരിമിതമായി 2000-നും 1500-നും ഇടയിൽ മാത്രം ആളുകളെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും ആളുകളെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ചടങ്ങ് നടത്തുന്നത്. അതിന്റെ ഭാഗമാകാനാണ് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്ന്. അല്പസമയം മുമ്പ് PK ഫിറോസ് എത്തിയിരുന്നു, അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അങ്ങനെ വിവിധ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിങ്ങനെ 1500-നും 2000-നും ഇടയിലുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. ഓരോ വീടും നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓരോ വീടും ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അതും ഏറ്റവും മികച്ച ഈ സാധനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ചിട്ടുള്ളത്. ഇവരോടൊപ്പം T സിദ്ദിഖ് MLA ഉൾപ്പെടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ കാലം തൊട്ട്, അന്ന് ആദ്യ ദിവസം തൊട്ട് അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി എത്രത്തോളം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത്, ഈ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നയിച്ച കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അന്നും കണ്ടതാണ്. അങ്ങനെ ഈ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. അവർക്ക് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇത് ഈ ഫെബ്രുവരി 28-ാം തീയതി ഈ താക്കോൽദാന ചടങ്ങിന് ശേഷം ഈ വീട്ടുകാർ അങ്ങോട്ടേക്ക്, ഈ നേതാക്കളോട് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയായിരുന്നു, ഇങ്ങനെ നോമ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരു ചെറിയ ചടങ്ങ് നടത്തണം. അതിന് അവർ തന്നെ ഒരു ഡേറ്റ് കണ്ടെത്തുകയും ആ ഡേറ്റ് ആയിരുന്നു ഇന്ന്. അത് ഇവിടുത്തെ ഈ ജനങ്ങൾ തന്നെ കണ്ടെത്തിയ ഡേറ്റാണ്. അങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മികച്ച രീതിയിൽ തന്നെ അവിടെ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ തൊട്ട് സമീപത്തായി ആ വീടുകൾ നമുക്ക് കാണാം. എന്ത് തന്നെയാണെങ്കിലും 51 കുടുംബങ്ങൾ ഇന്നിപ്പോൾ പുതിയ അവരുടെ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ പല ആളുകളുമായി സംസാരിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചന്ദ്രേട്ടനായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, 2 വർഷക്കാലം മനസ്സൊരു വേദനയോടെയായിരുന്നു അദ്ദേഹം ഓരോ രാത്രിയും കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ
കഴിഞ്ഞ ദിവസം ഇവിടെ സ്വന്തം വീട്ടിലേക്ക് കയറി കൂടി കഴിഞ്ഞപ്പോൾ മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അനിയന്റെ വീട്. അതിന്റെ തൊട്ട് സമീപത്ത് തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ബന്ധുവിന്റെ വീട് കൂടിയുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ആളുകളെല്ലാം തന്നെ വളരെ കുറച്ചു പേരെങ്കിലും തന്റെ ചുറ്റുമുണ്ട് എന്ന ആശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പങ്കുവെക്കാനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ മുണ്ടക്കൈയിലാണെങ്കിലും ചൂരൽമലയിലാണെങ്കിലും അവർ ജീവിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിൽ കുറച്ചെങ്കിലും ആളുകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന ആശ്വാസവും അവർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷം നൽകുന്ന വലിയ ആശ്വാസം നൽകുന്ന ഒരു സമയം സാദിഖലി തങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്.